അരിപ്പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ 4 ആണി ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് പൊടി കൊണ്ടാണ് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ അതിന് അത്ര തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക. ഗ്ലാസ്സിനാണെങ്കിൽ 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ 2 ടേബിൾ സ്പൂണ് തേങ്ങയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു 3-4 ഏലക്കായം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ മാത്രം 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ശരിക്കും അരഞ്ഞാൽ ഇതേപോലെ മുകളിൽ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് അരഞ്ഞു കിട്ടണം. കുറച്ച് നേരം എടുത്താലും അപ്പോഴാണ് നല്ല അടിപൊളി കലത്തപ്പായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അടിയിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടീൻ്റെ മാവിലേക്ക് ഈ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. ഇത് ചൂടോടെ തന്നെ ഒഴിക്കുമ്പോഴാണ് കലത്തപ്പത്തിൻ്റെ കൂട്ട് നല്ല പെർഫെക്റ്റായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പം കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടാവും നമ്മളെ മാവ്. പക്ഷെ അത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന കലത്തപ്പത്തിന് ഇതേപോലത്തെ കട്ടിയില്ലാത്ത മാവ് തന്നെയാണ് വേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. കുക്കറിലാണ് നമ്മൾ കലത്തപ്പം ചുട്ടെടുക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ഗസ്റ്റൊക്കെ വന്നാൽ ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം നമ്മൾ കുക്കറിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് കലത്തപ്പം നല്ല ഷേപ്പായിട്ട് വരും. ഈ കുക്കർ വക്കൊക്കെ ഇങ്ങനെയുള്ള കുക്കറാണ്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഷേപ്പ് കുറച്ചും കൂടി പരന്നിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് നല്ല തീയിൽ വെച്ചിട്ട് തന്നെ മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട്, ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ഉള്ളത്. ഈ ബാറ്ററിൻ്റെ വക്ക് നമുക്കിങ്ങനെ ഒന്നിങ്ങനെ മൊരിഞ്ഞ് വരുന്ന പോലെ കാണാൻ പറ്റും. അങ്ങനെ ഹാർഡായി സൈഡിൽ നിന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ മൂടിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒക്കെ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. മൂടിയിട്ടതിൻ്റെ ശേഷം നമുക്ക് കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ആവി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ചിങ്ങനെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ തെറിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തീ ഓഫാക്കുക. എന്നിട്ട് 10 മിനിറ്റ് കുക്കറൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. ഈ 10 മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ ഉള്ളിലിരുന്നിട്ട് ആവിയിൽ കിടന്നിട്ട് കലത്തപ്പം നല്ലൊരു അടിപൊളി ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുമുണ്ട്. ഉള്ളൊക്കെ നല്ല വെന്തിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിങ്ങനെ വക്കുള്ള കുക്കറായതുകൊണ്ട് എടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. എന്നാലും ഉള്ളിലത്തെ കലത്തപ്പത്തിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ആരെടുത്തിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.